നാസർകുളയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. നാസർകുളായി, ഇതാണ് ഈ നെയ് ഉരുകണം. ഈ ആരോഗ്യവകുപ്പ് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നത് ചുമ്മാതെ വാചകമടിയല്ല, നെയ് ഉരുകിയുള്ള അധ്വാനം ആവശ്യമാണ്. ഇവിടെ ശൈലജ ടീച്ചറുടെ കാലത്തും പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്ത്, ശൈലജ ടീച്ചറുടെ കാലത്തും വീണ ജോർജിൻ്റെ കാലത്തും ഒക്കെ എത്ര എഫിഷ്യൻ്റോട് കൂടിയാണ് ഈ ആരോഗ്യ മേഖല നിരവധി പ്രതിസന്ധികളെ മറികടന്നതെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഷിഗല്ല തുടങ്ങിയിട്ടേ ഉള്ളൂ. 4, 3, 7 പേർക്ക് എത്തുമ്പോൾ തന്നെ ആരോഗ്യരംഗം ആടി ഉലയുകയാണ്. തദ്ദേശ വകുപ്പിനെ പഴി പറയുന്നു, മറ്റവരെ പഴി പറയുന്നു, ഇവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് ഉള്ള രീതിയിലേക്ക് പോകുന്നു. മാത്രമല്ല, ഈ എത്ര പേർക്ക് ഇത് പിടികിട്ടിയെന്ന് മന്ത്രിക്ക് കണക്കില്ല. ടി സിദ്ദീഖ് ഒന്ന് പറയുന്നു, കെ മുരളീധരൻ വേറൊന്ന് പറയുന്നു. ഒരു കോർഡിനേഷനും ഇല്ല. ഇതാണ് കുത്തഴിയുക എന്ന് പറയുന്നതാണ് ഭരണം മാറിയപ്പോൾ. ഇത് ചുമ്മാ പറയുന്നതല്ല. അജിൻഷാദേ, ആരോഗ്യമന്ത്രി ഇപ്പോ തദ്ദേശ വകുപ്പിനെയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഹോസ്റ്റലിൽ വെച്ച്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ ഹോസ്റ്റലിലാണെന്നാണ് തോന്നുന്നത്, ഒരു കുട്ടിയെ പാമ്പ് കടിച്ചപ്പോ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് പാമ്പിനെ ചവിട്ടിയാൽ കടിക്കും. വലിയ കണ്ടുപിടുത്താണല്ലോ. പാമ്പിനെ ചവിട്ടിയത് കൊണ്ടാണ് കടിച്ചിട്ടുള്ളത്, അല്ലാതെ ഈ കടി കൊണ്ട ആളുടെ ആരോഗ്യവകുപ്പിന്റെ ഒന്നും കുറ്റമല്ല. അപ്പൊ അവിടെ പാമ്പിനെ കുറ്റപ്പെടുത്തിയ ആളാണ്. എന്നെ ഭയപ്പെടുത്തുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ഒരു മാരക രോഗം നാട്ടിൽ പടർന്നു പിടിക്കുമ്പോൾ ഈ ആരോഗ്യമന്ത്രിയെ ഓർക്കുന്നുണ്ടോ? നേരത്തെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഹുമാനി കെ മുരളീധരൻ കോവിഡിന്റെ കാലത്ത് പറഞ്ഞിട്ടുള്ളത്, കോവിഡ് 32 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ അതിന്റെ അണുക്കൾ ചത്തുപോകും, ആ ചൂടുണ്ടായതോടുകൂടി അണുക്കൾ കടന്നുപോയി എന്ന് നിസ്സാരവൽക്കരിച്ച ഒരാളാണ് ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി. അതുകൊണ്ട് ഈ ഷിഗല്ല എന്ന് പറയുന്ന രോഗത്തിന്റെ പടർച്ചവ്യാധിയിൽ നമ്മൾ വലിയ ഭയപ്പാടോടുകൂടി കാണണം. ഇവിടെ അദ്ദേഹം തദ്ദേശ വകുപ്പിനെയൊക്കെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ഇരകളാകുന്നത്. അതെ, ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ഒരു കുഞ്ഞുങ്ങളെ പോലെ സംരക്ഷിച്ച ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് ഈ രാജ്യം, ഈ നാട് സ്നേഹത്തോടെ ടീച്ചർ അമ്മയെന്നാ വിളിച്ചത്. ടീച്ചറേന്നല്ല, ടീച്ചർ അമ്മേ. ഒരു അമ്മയുടെ സ്നേഹവാത്സല്യത്തോടു കൂടിയാണ്. ഇപ്പോ ഷിഗല്ല എന്ന് പറയുന്ന രോഗത്തിന് മുമ്പിൽ ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണെങ്കിൽ, ലോകം വിറപ്പിച്ച കോവിഡ് മഹാമാരി വന്നപ്പോ ആ കോവിഡ് മഹാമാരിയെ അക്ഷരാർത്ഥത്തിൽ നേരിട്ട് ലോക വാർത്താ മാധ്യമങ്ങളുടെ ഇടത്തിൽ സ്ഥാനം പിടിച്ച ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നു. ഇതിനെ അതിജീവിക്കുന്നതിൽ ഏറ്റവും വലിയ നേട്ടം വരിച്ച ഒരു സംസ്ഥാനമായി കേരളം മാറിയിരുന്നു മറ്റെല്ലാവർക്കും എതിരെ. നമുക്കറിയാം, അതിനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില മാർഗങ്ങൾ കൂടി ഞാനിപ്പോൾ ഓർത്തുവാണ്. കാരണം അമേരിക്കയിലടക്കം തെരുവിൽ കിടന്ന് ആളുകൾ മരിച്ചു. അജിം ഷാന് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ, അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു ഇത് കൊടുത്തു, അപേക്ഷ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, എന്റെ വിസയുടെ കാലാവധി എന്നെ കേരളത്തിൽ നിലനിൽക്കാൻ അനുവദിക്കണം. എന്റെ നാട്ടില് അമേരിക്കയിൽ മനുഷ്യര് തെരുവിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് സുരക്ഷിതമായ ഒരു ഇടമുണ്ടെങ്കിൽ അത് കേരളത്തിലാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ കാരണം? കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രികളും നിറഞ്ഞു കവിഞ്ഞില്ല. അമേരിക്കയിൽ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞപ്പം 60 വയസ്സിന് മുകളിലുള്ളവരെ ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുവരണ്ട. അവരൊക്കെ പാസ്പോർട്ട് കിട്ടിയതാണ്, അവർക്ക് മരിച്ചു പോകാനുള്ള പാസ്പോർട്ട് കിട്ടിയ പ്രായമായി, അതുകൊണ്ട് കൊണ്ടുവരണ്ടാന്ന് പറഞ്ഞു. എന്നാൽ ഈ കേരളത്തിൽ മെഡിക്കൽ കോളേജുകൾ നിറഞ്ഞു കവിഞ്ഞു, നമ്മുടെ നാട്ടിലെ താലൂക്ക് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞു? ഇല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരെ കൂടി ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും ഈ പരിശോധനകൾ നടന്നു. പരിശോധനയിൽ പ്രാഥമികമായി കോവിഡ് കണ്ടെത്തിയവരെ താമസിപ്പിക്കാൻ പ്രത്യേക ഇടമുണ്ടാക്കി. ആ ഇടത്തിലേക്ക് ഡോക്ടർമാരും സ്കൂളുകളാണ് ആ കേന്ദ്രമാക്കി മാറ്റിയത്. ഞാനിപ്പോൾ ഓർക്കുന്നു, എന്റെ നാട്ടിലൊക്കെ 2 സ്കൂളുകളാണ് കേന്ദ്രമാക്കിയത്. അവിടെ ഡോക്ടർമാർ വന്നു, നഴ്സുമാർ വന്നു, മരുന്ന് വന്നു, അവർക്കുള്ള ഭക്ഷണം കൊടുത്തു, എല്ലാം കൊടുത്ത് അവരെ അവിടെ സംരക്ഷിച്ചു. അവിടെ നിന്ന് രോഗം അധികമാകുമ്പോൾ തൊട്ട് മുകളിലുള്ള ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നു, അവിടുന്ന് അധികരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ടുള്ള ചികിത്സയിലൂടെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസം കൊടുത്തൊരു സംഭവമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കേരളത്തിന്റെ മരണനിരക്ക് എങ്ങനെയാ കുറച്ച് വന്നത്? അത് നേരത്തെ ആനന്റെ കാര്യം പറഞ്ഞതുപോലെ മാന്ത്രിക വടി കൊണ്ട് നിയന്ത്രിച്ചു കൊണ്ടുവന്നല്ല. കേരളത്തിന്റെ ശിശു മരണ നിരക്ക് ഇപ്പം നമുക്കറിയാം, നമ്മൾ മത്സരിക്കുന്നത് അമേരിക്കയോടാണ്, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളോടല്ല. അമേരിക്കയിൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ 6 പേര് മരിക്കുമ്പോൾ കേരളത്തിൽ 5 പേരാ മരിക്കുന്നത്. എങ്ങനെയത് ഉണ്ടായത്? ശൈലജ ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കുന്ന കാലത്ത് 12ഓളം കുട്ടികൾ മരിച്ചിരുന്നു. ടീച്ചർ പറഞ്ഞു, ആരോഗ്യവകുപ്പ് കേരള ഗവൺമെന്റ് പറഞ്ഞു, ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മനസ്സിലായി, ഗർഭസ്ഥാവസ്ഥയിൽ 8-9 മാസം പ്രായമാകുമ്പോൾ ആ അവസ്ഥയിൽ പോലും കുട്ടികൾക്ക് ഹൃദ്രോഗം വരികയാണ്, അവരുടെ ഹൃദയ വാൽവിന് തകരാറ് വരികയാണ്. അതുകൊണ്ട് പ്രസവ സമയത്തും നേരത്തെയുമുള്ള ചികിത്സ കൊടുക്കണം. പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഓപ്പറേഷൻ നടത്തണം. അതിന് 1.5 ലക്ഷം രൂപ വരും. സർക്കാർ ആശുപത്രികൾ സൗജന്യമാണ്. എല്ലാവരും സർക്കാർ ആശുപത്രിയിലല്ലല്ലോ പ്രസവിക്കുക. സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിക്കുന്ന കുട്ടികൾക്ക് പോലും ഗവൺമെന്റ് 1.5-2 ലക്ഷം വരെ ഈ ചികിത്സാത്തിന് കൊടുത്തു. അതിന്റെ പേരായിരുന്നു ഹൃദ്യം.
ഒരു പദ്ധതിയിലൂടെ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ പോലും ജീവൻ സംരക്ഷിക്കുന്ന മാതൃക കാണിച്ച ഒരു ഗവൺമെന്റിനെ മാറ്റത്തിന്റെ പേരിൽ മാറ്റിയവരാണ് ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത്. ഷിഗല്ല എന്ന് പറയുന്ന രോഗം പകർച്ചവ്യാധിയിലൂടെ അത് പടരുന്നുണ്ടോ, അങ്ങനെ പകർച്ചയായി പടരുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിൽ ആ ഭൂതകാലത്തിൽ നിന്ന് ഒരു ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു വെച്ചിരുന്ന ഒരു ആരോഗ്യ രംഗത്തിന്റെ ഭൂതകാലത്ത് നിന്ന് നാഥനില്ലാത്ത കളരിയായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഇവിടെയും ഞാൻ നേരത്തെ മറ്റേ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ എന്താ പ്രധാനപ്പെട്ട കാര്യം, ആളുകളെ സ്ഥലം മാറ്റാണ്. പ്രധാനപ്പെട്ട ഡോക്ടർമാരെ അടക്കം സ്ഥലം മാറ്റാണ്. എവിടെ പോയി ഇവിടുത്തെ മാധ്യമങ്ങൾ? എന്തായിരുന്നു ഇവിടെ ആശുപത്രികളുടെ പിഴവുകളെ കുറിച്ച് പറഞ്ഞിരുന്നത്? ലോകത്തിന് മാതൃകയായി കേരളത്തിലെ ആതുര ശുശ്രൂഷ രംഗം വന്നപ്പം ആ രംഗത്തേക്ക് കടന്നു വരുന്നതിന് വേണ്ടി സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ കോർപ്പറേറ്റ് ഭീമന്മാർ ഈ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ വിലക്കെടുത്തിരുന്നു. അവിടേക്ക് ആളുകൾ എത്തിക്കാൻ ഗവൺമെന്റ് ആശുപത്രിയിലെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന മാധ്യമങ്ങളിൽ നിന്ന് എവിടെ? നമ്മുടെ നാട്ടില് പുഴുവരിക്കുന്നു രോഗത്തിന് ആശുപത്രി കിടക്കുന്നവര്, പ്രസവിച്ചു വീഴുന്ന കുട്ടിയുടെ നിലത്ത് വീണിട്ട് കാലൊടിയുന്നു, കട്ടിലെ കിടന്ന രോഗി നിലത്ത് വീണ് മരിക്കുന്നു. എവിടെ ആളുകൾ? ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് ഈ പൊതു ആരോഗ്യ രംഗത്തെ കൂടുതൽ കടന്നാക്രമിക്കുന്നത് ആര് ഭരിക്കുകയാണെങ്കിലും ഗുണകരമല്ല എന്നുള്ളതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ കടക്കാത്തത്. പക്ഷേ ആ ഔചിത്യമൊക്കെ നിങ്ങൾ കാട്ടുന്നുണ്ട്. പക്ഷേ നോക്കൂ, മുൻകാലങ്ങളിൽ ഇതുപോലെ പ്രവർത്തനം നടത്തിയ ശൈലജ ടീച്ചറെയും വീണ ജോർജിനെയും രണ്ടുപേരെ ഏതൊക്കെ തരത്തിലാണ് ആക്ഷേപിച്ചത്? മാത്രമല്ല കോവിഡ് റാണി നിപ രാജകുമാരി എന്നൊക്കെ വരെ വിളിച്ചില്ലേ? മാത്രമല്ല കായികമായി പ്രതിഷേധത്തിൻ്റെ പേരിൽ കായികമായി ഇവരെയൊക്കെ നേരിടാൻ ശ്രമിച്ചില്ലേ? എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്. എന്നിട്ടാണ് ഒരു ഷിഗല്ല 4, 3, 7 പേർക്ക് വരുമ്പോൾ ആകെ പതറുന്നത് ഇപ്പോഴത്തെ ആരോഗ്യരംഗം. എന്താണിത് നാസർ കൊളായി? അതാണ് മാറ്റം പറഞ്ഞ മനുഷ്യരെ ഈ മാറ്റങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതിനെ മാറ്റിയിരുന്നത് എന്നുള്ള കാണട്ടെ. അജിം ഷാദെ, ഞാനിപ്പോ ഭയപ്പെടുന്നത് ഈ ഗവൺമെന്റ് അവരുടെ ഇന്ദിരാ ഗ്യാരണ്ടി 25 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കുടുംബങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ പറയുന്നല്ലോ. ഗ്യാരണ്ടി ഒക്കെ കണക്കാണ്, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഗ്യാരണ്ടി. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. ഗ്യാരണ്ടികൾ ബസ് യാത്ര അടക്കപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഗ്യാരണ്ടി ഓർഡിനറി കൊടുക്കണം, മറ്റേതിൽ കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്ന കാര്യം, 25 ലക്ഷം കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നു പറഞ്ഞതുപോലും ഞാനിപ്പോ ഭയപ്പെടുന്നത് ഈ സർക്കാർ ആശുപത്രികളെ ഇവരും കൂടി ചേർന്ന്, നേരത്തെ ഗവൺമെന്റ് സംരക്ഷിക്കാനുണ്ടായിരുന്നു, ഇവരും കൂടി ചേർന്ന് തകർത്തെറിഞ്ഞ് സ്വകാര്യ ആശുപത്രികളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി ആളുകളെ കൂടുതൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ ഈ ഗവൺമെന്റ് അനുവദിക്കുന്ന 25 ലക്ഷം പോലും ഉപയോഗിക്കാൻ അവിടെ ആളുകൾ തയ്യാറായി നിൽക്കാണ്. അതിനുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുമായിട്ട് നമുക്കറിയാലോ, തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ഭീമനെ പോയി സന്ദർശിച്ചാണ്. ഞാനിപ്പോഴും ഓർക്കുന്ന അജിം ഷാദെ, അന്നത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു നമ്മൾ ഇത് ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല, കാരണം സർക്കാർ വരുന്നേ ഉള്ളൂ, അത് KC വിഭാഗം ഉന്നയിച്ച ആരോപണമാണ്. ഇപ്പം കാര്യങ്ങൾ വളരെ വ്യക്തമായി വരുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്.